നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെ ഈ ഒരു തുടക്കത്തിന് സാക്ഷിയാവാൻ വന്ന എല്ലാവരോടും, ഇരിക്കുന്നവരോടും നിൽക്കുന്നവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ എവിടം തൊട്ട് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പാണ് ചൂട് ഈ സിനിമയുടെ ഒരു ചെറിയ ത്രെഡ് കാളിയോട് പറയുന്നത്. കാളി അത് എന്നോട് പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അച്ഛനും മകനുമായിട്ടുള്ള കഥകൾ ഞങ്ങളെ തേടി നിറയെ വരാറുണ്ട്. പക്ഷേ കാളി തന്നെ പറയാറുണ്ട്, എന്തെങ്കിലും അതിനകത്തൊരു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരിഷ്ടം തോന്നി. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പക്ഷേ ഇത് പ്രാവർത്തികമാവണമെങ്കിൽ ഒരു നല്ല നിർമ്മാതാവ് വേണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രീ ബാദുഷയാണ് ഞാൻ വിളിക്കുന്നത്. ബാദു ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട് ചൂട് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോൾ ബാദു പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബാദുവാണ് കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറയുന്നത്. ഞാനായിട്ട് കൃഷ്ണമൂർത്തിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഗോപാലൻ സാറ് വരട്ടെ, ഞാനിതിൻ്റെ 1 ലൈൻ ഒന്ന് കൊടുക്കാം, സാറിന് വായിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹമാണ് ആദ്യം പറയുന്നത്. അങ്ങനെയാണ് ഗോപാലൻ സാറ് വന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, രാത്രി ഏകദേശം 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെ 1 ലൈൻ എടുത്ത് വായിച്ച് രാത്രി തന്നെ എന്നെ ഫോണിൽ കണക്ട് ചെയ്ത്, കൃഷ്ണമൂർത്തി എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് ഈ സിനിമ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞു തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻ്ററാവുന്നു. ആശാ ശരത്ത് വരുന്നു, മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഷനി തൊട്ട് എല്ലാവരും. ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരുന്നു, ഷഫീഖിനെ പോലത്തെ ഒരു എഡിറ്റർ വരുന്നു, സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു, ബാക്കി സ്വരൂപിനെ പോലത്തെ ഒരു ക്യാമറാമാൻ വരുന്നു. അങ്ങനെ എല്ലാം കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം. സോ അങ്ങനെയാണ് ആശകൾ 1000 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം. ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെയില്ല. ഇപ്പോൾ സിനിമകളൊക്കെ ലക്ഷങ്ങളും കോടികളും 200 കോടി 300 കോടി 1000 കോടി അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയൊരു സിനിമയാണ്. ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നതും വളരെ സിമ്പിളായിട്ടുള്ള, ഒരു മാസം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരിടത്തരം കുടുംബത്തിലെ കഥാപാത്രമാണ് ഹരിഹരൻ. ആ കുടുംബത്തിലെ ഹരിഹരൻ്റെ എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞ് കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ ആശ, എൻ്റെ മൂത്ത മകൻ, എൻ്റെ മോള്, ഞങ്ങളുടെ ചെറിയ കുടുംബം, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളും ചെറിയ ദുഃഖങ്ങളും എല്ലാം ചേർന്നൊരു സിനിമ. ഒരുപക്ഷെ നിറയെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, 80s-ലും 90s-ലൊക്കെ ജയറാമേട്ടൻ ചെയ്തിട്ടുള്ള സിനിമ പോലത്തെ സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നോട് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത്തരം സിനിമകൾ എന്നെ തേടി ഇപ്പോൾ വന്നിട്ടില്ല, വരാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ സിനിമ വന്നിട്ട് ചെയ്യാതിരുന്നതല്ല. അങ്ങനെ എന്നെ തേടി വന്ന ഒരു സിനിമയാണ് ആശകൾ 1000. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹരിഹരൻ്റെ ആശ, അല്ലെങ്കിൽ ആശയുടെ ആശ, എൻ്റെ മക്കളുടെ, ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷത്തിലുമുള്ള ആശകളിൽ ഒരംശമെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. അത് തീർച്ചയാണ്. അതെന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങളുടെ വിഷമങ്ങളോ ഞങ്ങളുടെ സന്തോഷങ്ങളോ ഞങ്ങളുടെ നൊമ്പരങ്ങളോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ചിത്രം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഒരുപാട് അവകാശവാദങ്ങളില്ല. ഫെബ്രുവരി 6-ാം തീയതി ഓരോരുത്തരും കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഗോപാലേട്ട. എനിക്ക് ഈ സമയം ഇത്രയും ഒരു ചെറിയ സിനിമ ഇത്രയും വലിയൊരു ബാനർ ഏറ്റെടുത്ത് അത് ഇത്രയും നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുന്നു. താങ്ക് യു ഗോപാലേട്ട. താങ്ക് യു.